ഞായറാഴ്ചത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകി വായൊക്കെ കഴുകി വീഡിയോ ഒക്കെ എടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. പിന്നെ അതേ പാലൊക്കെ ഒഴിച്ച് കാലത്ത് തന്നെ ചായയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. പാലും മാത്രം ഇപ്പോൾ തന്നെ തട്ടി മറിച്ച് കാട്ടി കളഞ്ഞാണ് ഞാൻ എല്ലാം കൂടെ. അത് കഴിഞ്ഞിട്ട് എല്ലാം ഞായറാഴ്ചയും ഞാൻ എളുപ്പപ്പണി എന്തെങ്കിലുമാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേ അരി അടുപ്പത്തിടാൻ പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചാൽ മതിയായിരുന്നു. കാലത്ത് ബ്രെഡും ചിക്കൻ കറിയാണ് കൊടുക്കണേ പിള്ളേർക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇന്ന് തിരക്കെന്ന് പറഞ്ഞത് ഇന്ന് 2-3 സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് വേഗം എല്ലാ പണികളും ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു, പല്ല് തേപ്പിച്ചു, കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ല് ചിക്കൻ കറിയൊന്നും കൂട്ടിയില്ല, അവൾ പാലിൽ മുക്കിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഇന്ന് അപ്പച്ചൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പച്ചനാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ കെട്ടിയവൻ്റെ അപ്പനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ പള്ളിയിലേക്ക് പോയിട്ട് അവിടുന്ന് എനിക്ക് ഇരിഞ്ഞാലക്കുട ഒരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ചില്ലിനെ KTSത്തിന് ഫ്രണ്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകാനുള്ളവരെല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കയറാൻ പോണത് ആ ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്, ബാക്കിയെല്ലാം ഞായറാഴ്ച നമുക്ക് ഒരുമാതിരി തന്നെയാണല്ലോ, പ്രത്യേകതയൊന്നുമില്ല. പള്ളിയിൽ പോകണം എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നാകുമ്പം കുറച്ച് കാര്യങ്ങൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ പോയി ചായ കുടിക്കാൻ പറഞ്ഞു. അതെനിക്കിഷ്ടപ്പെട്ടു, ആ പരിപാടി എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം കൂടി ചായ കുടിക്കാനായിട്ട്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടാകുന്നത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ചായ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അത് കുടിച്ചിട്ട് നേരെ ക്ലാസ്സിന് കയറണം. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ബാക്കിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. TV-യിൽ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, അതും പോലും മര്യാദയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇത് ഞാൻ സൂം ചെയ്തെടുത്തതാണ്, എന്നിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ തിരിതെളിക്കലാണ് കാണുന്നത് പരിപാടിയുടെ. പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷെഡിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇരുന്നത്. അപ്പം മഴ കൊണ്ടെങ്കിൽ ഞങ്ങൾ ഓടി പള്ളിയകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് പള്ളിയിൽ വരുന്ന ക്ലാസ്സൊക്കെ കേട്ടു. കൂടെ അതേ കുർബാനയും തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് കണ്ണും കാണാനുള്ള ചെവിയും കേൾക്കാനുള്ള വിശന്നിട്ട് അപ്പോൾ വേഗം ഒന്ന് തീർന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാനയുടെ ഇടയിൽ അപ്പം ഞങ്ങൾ മഴ പെയ്തപ്പോൾ പള്ളിയകത്ത് കയറി ഇരുന്നാലും കൊണ്ട് അതിനകത്ത് കുറച്ച് ആൾക്കാർ ത്യാഗത്തോടുകൂടെ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം നിർവഹിക്കാൻ നമ്മുടെ കുടുംബങ്ങള് പരിശ്രമിച്ചത് അങ്ങനെ പ്രസംഗം കാര്യങ്ങൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫുഡ് അടി ഉണ്ടായിരുന്നു. ബിരിയാണി ചിക്കനൊക്കെ ആയിരുന്നു. ബിരിയാണി കണ്ട വഴി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി, കാരണം വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നേ. അപ്പോൾ വേഗം അതൊക്കെ കഴിച്ചു തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ പള്ളിയിലെത്തി. ഇവിടെയാണെങ്കിൽ ഇന്ന് PTA മീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ കാലത്ത് ക്ലാസ്, അത് കഴിഞ്ഞ് വൈകിട്ട് 3:30 ആയപ്പോഴത്തേക്കും PTA മീറ്റിങ്ങും ഉണ്ടായി. അതിനകത്ത് വേറെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് നേരമായി. അതുകൊണ്ട് വീട്ടിലെത്തിയതും ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ തിരക്കുള്ള ദിവസത്തിലേ ഉള്ളൂ. ഓക്കെ, ബായ്.